അടുത്തായിട്ട് നമുക്ക് മികച്ച വനിതാ കർഷകയാണ് സരസമ്മ പ്രിയാവിലാസ്. 27 വയസ്സുള്ള അമ്മയാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു പച്ചക്കറി കൃഷി എല്ലാം സ്വന്തമായിട്ട് 50% ചെയ്യുന്ന ഒരു കർഷകയാണ്. അടുത്ത ഭിന്നശേഷി വിഭാഗത്തിലുള്ള കർഷകരാണ് നമ്മുടെ തങ്കച്ചൻ. 80% കാഴ്ച വൈകല്യമുള്ള കർഷകനാണ്. ഇപ്പോഴും ഒരേക്കറോളം സ്ഥലത്ത് നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന തങ്കച്ചൻ ചേട്ടനെ ആദരവിനായി ക്ഷണിക്കുന്നു. അടുത്തായിട്ട് നമ്മുടെ മികച്ച സാമൂഹിക കർഷകനാണ് മത്തായിക്കുട്ടി. സ്വന്തമായ ഭാഗത്ത് ഒരേക്കറോളം സ്ഥലത്ത് ഏത്തവാഴ, പച്ചക്കറി, ചേന, ചേമ്പ്, ഒട്ടുമിക്ക കൃഷികളും ഉണ്ട്. അതിന് കൂടാതെ 4 പശുക്കളും ഉണ്ട്. നല്ല സ്പെഷ്യലായിട്ട് മത്തായിക്കുട്ടി ചേട്ടൻ കൃഷി. അടുത്ത പരീക്ഷ നമ്മുടെ മികച്ച ജൈവ കർഷകനാണ്. കൈതക്കൊണ്ടുള്ള 50% സ്ഥലത്ത് ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പൊക്കെ പൂർണ്ണമായി ജൈവ കൃഷിയിലാണ് കൃഷി ചെയ്ത് വരുന്ന ചേട്ടനെ ആദ്യമായി ക്ഷണിക്കുന്നു. തോമസ്. അടുത്ത നമ്മുടെ SC/ST വിഭാഗത്തിലെ കർഷക തൊഴിലാളിയും കൂടിയായ വിശ്വംഭരൻ ചേട്ടനാണ്. വിശ്വംഭരൻ ചേട്ടനെ ആദരവായിട്ട് ക്ഷണിക്കുന്നു. അടുത്ത നമ്മുടെ മികച്ച ക്ഷീര കർഷകരാണ് ശൈലകുമാർ. ശൈലഭവൻ 5 പശുക്കളും വളർത്തുന്ന ഒരു മികച്ച ക്ഷീര കർഷകരാണ്. ചേട്ടനെ ആദരവ്. അടുത്ത നമ്മുടെ മികച്ച യുവ കർഷകനാണ് മാർണപ്പുള്ള സുധീഷാണ്. സുധീഷ് പച്ചക്കറി കൃഷി നല്ല രീതിയിൽ സ്വന്തമായിട്ടുള്ള പരിപാടി പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു മികച്ച യുവ കർഷകനാണ്. സുധീഷിനെ ആദരവിനായി ക്ഷണിച്ചോളൂ. അടുത്ത നമ്മുടെ കുട്ടി കർഷകനാണ് ശ്രേയസ്. അച്ഛൻ്റെ അമ്മയുടെ ബാലബന്ധമുള്ളതുകൊണ്ട് കൃഷിയിൽ നല്ല രീതി യൂട്യൂബ് ചാനലിലും ഒക്കെ കൃഷി വളരെ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു.